അടുത്ത അനലൈസ് ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് പറയുന്നത് മൊഡ്യൂൾ 3 തന്നെ മോർഫോളജി ഓഫ് ദ ഫോക്ക് ടെയിൽ ബൈ വ്ളാഡിമിർ പ്രോപ്പ്. അപ്പോൾ നമുക്കത് നോക്കാം. വ്ളാഡിമിർ പ്രോപ്പിൻ്റെ ഈ ഒരു വർക്കിനകത്ത് 1928 പബ്ലിഷ് ചെയ്തതാണ് മോർഫോളജി ഓഫ് ദ ഫോക്ക് ടെയിൽ. അപ്പോൾ വ്ളാഡിമിർ പ്രോപ്പിനെ കുറിച്ച് നമുക്ക് ആദ്യമേ നോക്കാം. അദ്ദേഹം ഒരു റഷ്യൻ സ്കോളറാണ്, ലിറ്റററി തിയറിസ്റ്റ് ആണ്. റഷ്യൻ ഫോക്ക് ടെയിൽസിനെ കുറിച്ചാണ് ഇദ്ദേഹം പഠിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻ അതിന് റഷ്യൻ ഫോക്ക് ടെയിൽസ് അല്ലെങ്കിൽ റഷ്യൻ ഫെയറി ടെയിൽസിനെ സ്റ്റഡി ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ നറേറ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണ് അതിലാണ് അദ്ദേഹം സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ലാൻഡ്മാർക്ക് വർക്കാണ് നമുക്ക് പഠിക്കാനുള്ള വ്ളാഡിമിർ പ്രോപ്പിൻ്റെ മോർഫോളജി ഓഫ് ദ ഫോക്ക് ടെയിൽ. അതൊരു 100 റഷ്യൻ ഫെയറി ടെയിലിനെ കുറിച്ചുള്ള അനാലിസിസ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഈ വർക്കിനകത്ത്. അതായത് എല്ലാ ഫെയറി ടെയിൽസിലും കോമൺ ആയിട്ട് വരുന്ന സ്ട്രക്ചറൽ എലമെൻറ്റ്സ്, അതിൻ്റെ നറേറ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണ്, ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, ഈ കോമൺ എലിമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തേക്കുവാണ് അദ്ദേഹം ഈ ഒരു വർക്കിനകത്തൂടെ. അദ്ദേഹത്തിൻ്റെ വർക്ക് ശരിക്കും പറഞ്ഞാൽ മോർഫോളജിക്കലാണ്. മോർഫോളജിക്കൽ എന്ന് വെച്ചാൽ ഈ സ്റ്റോറീസിൻ്റെ എല്ലാം ഫോമും ഫംഗ്ഷനും പഠിക്കുവാണ്, അല്ലാതെ കോണ്ടന്റ് മാത്രമല്ല. കഥയല്ല പഠിക്കുന്നത്, അതിൻ്റെ ഫോം എങ്ങനെയാണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്തുവാണ്, അത് ഏത് സ്റ്റൈലിൽ എഴുതിയിരിക്കുന്നു, അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഫെയറി ടെയിൽസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫിക്സഡ് പാറ്റേൺ ഉണ്ട് ഫെയറി ടെയിൽസിന് ഇദ്ദേഹം കണ്ടുപിടിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഈ ടെയിൽസിനെ എല്ലാം 7 ക്യാരക്ടർ ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, 31 നറേറ്റീവ് ഫങ്ഷൻസ് ആയിട്ടും ഡിവൈഡ് ചെയ്തു. 7 ക്യാരക്ടർ ടൈപ്സ് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അദ്ദേഹം ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചാണ് നടത്തിയിരിക്കുന്നത്. ഈ ഫെയറി ടെയിൽസിലെ സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാണ്, ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, ലാംഗ്വേജ് എങ്ങനെയാണ്, മീനിങ്സ് എങ്ങനെയാണ് വരുന്നത്, നറേറ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണ്, കഥ പറഞ്ഞു പോയേക്കുന്ന രീതി എന്താണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഈ വർക്കിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ എവറി ഫെയറി ടെയിൽ നോ മാറ്റർ ഹൗ ഡിഫറെൻറ്റ് ഇറ്റ് അപ്പിയേഴ്സ്, അതിനൊരു കോമൺ സ്ട്രക്ചർ ഉണ്ട്, അത് നമുക്ക് തന്നെ അറിയാം. ഇതിൻ്റെ ആ ഒരു സീക്വൻസ്, ആ ഒരു പ്ലോട്ട് ഇവൻറ്റ്സ് അത് കോൺസ്റ്റൻ്റ് ആണ്. ക്യാരക്ടേഴ്സും ഡീറ്റെയിൽസും വേരി ചെയ്യുന്നുണ്ടെങ്കിലും ഫെയറി ടെയിൽസിൽ ഹാപ്പൻ ചെയ്യുന്ന കോമൺ സ്ട്രക്ചർ കോമൺ ആണ്, പ്ലോട്ട് ഇവൻറ്റ്സ് കോമൺ ആണ്. ഒരു സ്പെസിഫിക് ആക്ഷൻ ഉണ്ട്, ആ സ്പെസിഫിക് ആക്ഷൻ വഴിയാണ് ഈ സ്റ്റോറി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സെയിം കാര്യം തന്നെയാണ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഡിഫറെൻറ്റ് ടെയിൽസിൽ പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട് ഓരോ സ്റ്റോറി ടെയിലും. ഈ ഫങ്ഷൻസ് ആണ് ഓരോ ഫെയറി ടെയിലിലെയും ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്ന് വിളിക്കുന്നത്. ഫങ്ഷൻസ് ഓരോ ഫെയറി ടെയിലും വേരി ചെയ്യാം, പക്ഷെ അവരുടെ ഓർഡർ ഒരിക്കലും വേരി ആവത്തില്ല, മാറത്തില്ല, അതൊരിക്കലും ചേഞ്ച് ആവത്തില്ല. എന്തൊക്കെയാണ് ഈ 31 ഫങ്ഷൻസ്? അദ്ദേഹം അതിനെ 4 മെയിൻ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ, ബോഡി, ഡോണർ, സീക്വൻസ്, റിട്ടേൺ. ഇൻട്രൊഡക്ഷൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പം ആബ്സെൻറ്റേഷൻ 7 എണ്ണം ഉണ്ട്. ആബ്സെൻറ്റേഷനാണ് ഇൻട്രൊഡക്ഷനകത്ത് വരുന്നത്. ഒരു ഫാമിലി മെമ്പർ വീട് വിട്ട് പോകുന്നു, അപ്പോൾ ഒരു ടെൻഷൻ ക്രിയേറ്റഡ് ആവുന്നു ഫാമിലിയിൽ. രണ്ടാമത്തതെന്ന് വെച്ചാൽ ഇൻ്റർഡിക്ഷൻ ആണ്. ഹീറോ ഈസ് വോണ്ട് നോട്ട് ടു ഡു സംതിങ്, ഹീറോയെ വോൺ ചെയ്യുവാണ് അത് ചെയ്യരുതെന്ന്. മൂന്നാമത്തത് വയലേഷൻ, ഹീറോ വാർണിംഗ് ഇഗ്നോർ ചെയ്യുന്നു, വില്ലൻ അപ്പിയർ ചെയ്യുന്നു. നാലാമത്തത് റീകോണസൻസ്, വില്ലൻ ഹീറോയെക്കുറിച്ച് അല്ലെങ്കിൽ വിക്ടിമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നു. അഞ്ചാമത് ഡെലിവറി, ആ ഒരു നെസസറി ഇൻഫർമേഷൻ വില്ലന് കിട്ടുന്നു. ആറാമത് ട്രിക്കറി, അതായത് വില്ലൻ ഡിസീവ് ചെയ്യുന്നു നമ്മുടെ ഹീറോയെ. ഏഴാമത് കോംപ്ലിസിറ്റി, വിക്ടിം ആ ഒരു ട്രിക്കിൽ വീഴുന്നു, വില്ലൻ്റെ ഒപ്പം ആയി പോകുന്നു. രണ്ടാമത്തത് ബോഡി ഓഫ് ദ സ്റ്റോറിയാണ്. 4 ഫംഗ്ഷനാണ് അതിനും ഉള്ളത്. വില്ലൈനി ഓർ ലാക്ക്, അതായത് സംതിങ് ഈസ് സ്റ്റോളൻ അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ് ഓർ മിസ്സിങ്, ഹീറോ അതിനെ റീസ്റ്റോർ ചെയ്തെടുക്കണം. അടുത്തത് മീഡിയേഷൻ, പ്രോബ്ലം നോൺ ആണ്, ഹീറോ ആക്ട് ചെയ്യണം. അടുത്തത് കൗണ്ടർ ആക്ഷൻ, ഹീറോ റെസ്പോണ്ട് ചെയ്യുന്നു, അങ്ങനെ ജേർണിക്ക് ഇറങ്ങുവാണ്. അടുത്തത് ഡിപ്പാർച്ചർ, ഹീറോ വീട് വിട്ടു പോകുന്നു ടു ബിഗിൻ ദി ജേർണി. ഇത്രയും കാര്യങ്ങളാണ് ഇനിയുണ്ട്. ഇതൊക്കെയാണ് സീക്വൻസസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് വെച്ചാൽ ഡോണർ സീക്വൻസ് ആണ്. ഹീറോ ഒരുപാട് ടെസ്റ്റ് ഫേസ് ചെയ്യുന്നു, മാജിക്കൽ ഹെൽപ്പ് കിട്ടുന്നു, ഈവിളിനെ കൺഫ്രണ്ട് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ദ ഡോണർ എന്ന് വെച്ചാൽ ഹീറോയെ ടെസ്റ്റ് ചെയ്യുവാണ്, ഹെൽപ്പർ അല്ലെങ്കിൽ ഡോണർ. മിക്കവാറും നമ്മുടെ ഫെയറീസ് ആയിരിക്കും. ഹീറോയുടെ റിയാക്ഷനാണ് അടുത്തത്. ഹീറോ റെസ്പോണ്ട് ചെയ്യുന്നു, സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ ആവുന്നു. അപ്പം ആ ഫെയറി തീരുമാനിക്കുന്നു ഹെൽപ്പ് ചെയ്യണോ വേണ്ടേന്നുള്ളത്. പിന്നെ റെസിപ്റ്റ് ഓഫ് എ മാജിക്കൽ ഏജൻറ്റ്, ഒരു മാജിക്കൽ പവർ കിട്ടുന്നു ഹീറോയ്ക്ക്, അല്ലെങ്കിൽ ഒരു മാജിക്കൽ ഏജൻറ്റ് വന്ന് ഹെൽപ്പ് ചെയ്യുന്നു, ഗൈഡൻസ്. ഈ ഹീറോയെ ആ ഒരു പ്ലേസിലോട്ട് ഗൈഡ് ചെയ്ത് വിടുവാണ്. ഹീറോയും വില്ലനും കൂടി സ്ട്രഗിൾ ചെയ്യുവാണ്. അതായത് ഡയറക്റ്റ് കോമ്പാറ്റിലോട്ടാവുന്നു അവർ. ബ്രാൻഡിങ്, ഹീറോയെ
മാർക്ക് ചെയ്യുന്നു, ഒരു സ്കാർ അല്ലെങ്കിൽ ഒരു റിംഗ് അല്ലെങ്കിൽ ഒരു ടോക്കൺ കിട്ടുവാണ് ഹീറോയ്ക്ക്. വിക്ടറി, വില്ലനെ ഡിഫീറ്റ് ചെയ്യുന്നു. ലിക്വിഡേഷൻ എന്ന് വെച്ചാൽ ഇനിഷ്യൽ പ്രോബ്ലം സോൾവ് ആയി, ഹാപ്പിനെസ് അല്ലെങ്കിൽ പീസ് വന്നു. ഇനി ഹീറോയുടെ റിട്ടേൺ ആണ് അടുത്ത ഫംഗ്ഷൻ. ഹീറോ റിട്ടേൺസ് ഹോം, ഫേസ് ചെയ്യുന്നു എല്ലാ ചലഞ്ചസിനെയും. ഇപ്പോൾ റിട്ടേൺ, ഹീറോ ജേർണി, അതായത് ഹീറോ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. പെർസ്യൂട്ട്, വില്ലൻ അല്ലെങ്കിൽ അനദർ ഫോഴ്സ് വരുന്നു, ഹീറോയെ ചേസ് ചെയ്യുന്നു. റെസ്ക്യൂ, ഹീറോ എസ്കേപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹീറോയെ ആരെങ്കിലും സേവ് ചെയ്യുന്നു. അൺറെക്കഗ്നൈസ്ഡ് അറൈവൽ, ഹീറോ വീട്ടിലെത്തുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് എത്തുന്നു. അൺഫൗണ്ടഡ് ക്ലെയിംസ്, ഒരു ഫോൾസ് ഹീറോ ക്ലെയിം ചെയ്യുന്നു ഈ ക്രെഡിറ്റ് അല്ല, ഹീറോ ചെയ്ത കാര്യങ്ങളെല്ലാം വേറൊരു ഹീറോ വന്ന് ക്രെഡിറ്റ് എടുക്കുവാണ്. ഡിഫിക്കൽട്ട് ടാസ്ക്, ഹീറോയ്ക്ക് ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് കൊടുക്കുന്നു. സൊല്യൂഷൻ, ഹീറോ കംപ്ലീറ്റ്ലി അത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു സക്സസ്ഫുൾ ആയിട്ട്. റെക്കഗ്നീഷൻ, യഥാർത്ഥ ഹീറോയെ റെക്കഗ്നൈസ് ചെയ്യുന്നു. എക്സ്പോഷർ, ഫോൾസ് ഹീറോ എക്സ്പോസ്ഡ് ആവുന്നു. ട്രാൻസ്ഫിഗറേഷൻ, ഹീറോയ്ക്ക് പുതിയൊരു അപ്പിയറൻസ് കിട്ടുന്നത്, അതായത് ഒരു പ്രിൻസായി മാറുന്നു. പണിഷ്മെൻറ്റ്, വില്ലനെ അല്ലെങ്കിൽ ഫോൾസ് ഹീറോ പണിഷ്ഡ് ആവുന്നു. വെഡ്ഡിങ്, ഹീറോ കല്യാണം കഴിക്കുന്നു, രാജാവാവുന്നു, പീസ് റീസ്റ്റോർഡ് ആവുന്നു. ഇത്രയാണ് ഫങ്ഷൻസ്. ഈ ഒരു ഫോർമുല തന്നെയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റോറിക്കകത്തും തിരിച്ചു മറിച്ച് ഫാരി സ്റ്റോറിക്കകത്ത് വരുന്നത്. ഇനി 7 ക്യാരക്ടർ ടൈപ്സ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ 100 ഫാരി ടെയിൽസ് വായിച്ച്, 100 300 എത്ര ഫാരി ടെയിൽസ് അദ്ദേഹം വായിച്ചിട്ട് 7 ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ് എല്ലാ ഫാരി ടെയിൽസിനകത്തും അപ്പിയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഹീറോ ഉണ്ട്, അയാൾ എന്തെങ്കിലും അന്വേഷിച്ച് പോകുന്നു, ഒരു മജീഷ്യൻ അല്ലെങ്കിൽ ഒരു മാജിക് ഹെൽപ്പ് കിട്ടുന്നു, വില്ലനെ ഡിഫീറ്റ് ചെയ്യുന്നു. വില്ലൻ ഹീറോയെ ഹാം ചെയ്യുന്നു അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുന്നു. ഡോണർ എന്ന് വെച്ചാൽ ഒരു മാജിക്കൽ ഏജൻ്റ് ആണ്, അവരാണ് ഹീറോയെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അടുത്ത ഹെൽപ്പർ, ഹീറോയെ അസിസ്റ്റ് ചെയ്യുന്ന ആൾ ടാസ്ക് ഒക്കെ സോൾവ് ചെയ്യുന്നതിൽ. അടുത്ത പ്രിൻസസ് എന്ന് വെച്ചാൽ ആ ഒരു റിവാർഡ്, ഹീറോയ്ക്ക് കിട്ടുന്ന റിവാർഡാണ് ഈ പ്രിൻസസ്, രാജകുമാരി. അടുത്ത ഡിസ്പാച്ചർ എന്ന് വെച്ചാൽ മിഷനിൽ ഹീറോയെ സെൻഡ് ചെയ്യുന്ന ആളാണ് ഡിസ്പാച്ചർ. ഇന്ന ജേർണിക്ക് നീ പോ എന്ന് പറയുന്ന ആളാണ് ഡിസ്പാച്ചർ. പിന്നെ ഒരു ഫാൾസ് ഹീറോ കാണും, അത് ഹീറോയുടെ ക്രെഡിറ്റ് എല്ലാം തട്ടിയെടുക്കുന്ന ആളാണ് ഫാൾസ് ഹീറോ. ലേറ്റർ അയാളെ എക്സ്പോസ് ചെയ്ത് പണിഷ് ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് വ്ളാഡിമിർ പ്രോപ്പിൻ്റെ ഈ ഒരു തിയറിയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ്. അപ്പോൾ ഈ പ്രോപ്പിൻ്റെ ഈ ഒരു സ്റ്റഡി അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക് ടേൺ ആണ് ഫെയറി ടെയിൽസിന് കൊടുക്കുന്നത്. ഫെയറി ടെയിൽസിന് ഒരു യൂണിവേഴ്സൽ ഗ്രാമർ ഉണ്ട് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ പാറ്റേൺ ഉണ്ട്. ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? നറേറ്റീവ് സ്ട്രക്ചറിനെ കുറിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ മെത്തേഡ് അതാണ്, നറേറ്റീവ് സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുക ഈ ഫെയറി ടെയിൽസിൽ അല്ലെങ്കിൽ ഫോക്ലോർ ടെയിൽസിൻ്റെ. കണ്ടന്റ് മാറുന്നുണ്ടെങ്കിലും സ്ട്രക്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കിയെടുത്തു. പിന്നെ പ്ലോട്ട് പാറ്റേൺ റിക്കർ ചെയ്തുകൊണ്ടേയിരിക്കുവാണ്, സിനിമയാണെങ്കിലും ബുക്കാണെങ്കിലും ഫെയറി ടെയിൽസിനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അപ്രോച്ച് ഫിലിം സ്ക്രിപ്റ്റിലും ആനിമേഷനിലും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, സ്റ്റോറി ടെല്ലിംഗ് എഡ്യൂക്കേഷനും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് വാട്ട് ഹാപ്പൻസ് ഇൻ എ സ്റ്റോറി ടു ഹൗ ഇറ്റ് ഹാപ്പൻസിലോട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫെയറി ടെയിൽ ഫംഗ്ഷൻസ് ചില ഫിലിംസിലേക്ക് ലയൺ കിങ്ങിനകത്തും സ്റ്റാർ വാർസിലും ഹാരി പോട്ടറിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു വീട് വിട്ടിറങ്ങുന്നു, ഒരു വില്ലൻ വരുന്നു, അങ്ങനെയാണ് ഇതൊക്കെ തുടങ്ങുന്നത്. ഒരു ഡോണർ വരുന്നു, അതായത് ഒരു മെൻറ്റോ ലൈക്ക് ഫിഗർ വരുന്നു, ഒരു മാജിക്കൽ ഏജൻറ്റ് വരുന്നു, പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വരുന്നു, റെക്കഗ്നൈസ്ഡ് ആവുന്നു. അതാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ഓക്കെ, വ്ളാഡിമിർ പ്രോപ്പിൻ്റെ ഈ ഒരു വർക്കിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ വീണ്ടും ഒരു 10 ഫംഗ്ഷനും കൂടിയുണ്ട്, ഒരു 20, അതായത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയെ ഡേഞ്ചറിൽ നിന്ന് എസ്കേപ്പ് ആവുന്നു, റെസ്ക്യൂ ആവുന്നു. ഹീറോ ചിലപ്പോൾ ഡിസ്ഗൈസിലൂടെ ട്രാൻസ്ഫോർമേഷനിലൂടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ സിൻഡ്രല്ലയ്ക്കകത്ത് ഫെയറി ഗോഡ് മദർ ഇവരെ റെസ്ക്യൂ ചെയ്തെടുക്കുന്നു അല്ലേ, ഒരു മാജിക്കൽ ഹെൽപ്പിൻ്റെ കൂടി. ഹീറോ തിരിച്ച് വീട്ടിൽ വരുന്നു, കിങ്ഡത്തിലോട്ട് വരുന്നു, പക്ഷേ ചിലപ്പോൾ ഹീറോ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഒരു ഫോൾസ് ഹീറോ നേരത്തെ വരുന്ന പോലെ കാര്യങ്ങൾ വരുന്നു. ഹീറോയ്ക്കൊരു റിഡിൽ സോൾവ് ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് പെർഫോം ചെയ്യേണ്ടി വരുന്നു. ഹീറോ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നു, ഹീറോയെ റെക്കഗ്നൈസ് ചെയ്യുന്നു, ഫോൾസ് ഹീറോയെ ഇതാണ്. ഇത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വീണ്ടും വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില സ്റ്റോറി ടെല്ലിങ്ങിനകത്ത് ഒരു ട്രാൻസ്ഫിഗറേഷൻ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഹീറോയ്ക്ക് പുതിയൊരു ഫോം കിട്ടുന്നുണ്ട്, ബീസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രിൻസായി മാറുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്, വില്ലനെ പണിഷ് ചെയ്യുന്നു, മാരേജ് ഹാപ്പൻ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 7 റോൾസ്, ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നറേറ്റീവ് സ്ട്രക്ചറിനെ കുറിച്ചാണല്ലോ വ്ളാഡിമിർ പ്രോപ്പ് പഠിച്ചത്. അതിനൊരു 6 സ്റ്റേജസ് ഉണ്ട്.
ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് 1 പ്രിപ്പറേഷനാണ്. സെറ്റിംഗ് ഇൻട്രൊഡക്ഷൻ, ആ ഒരു സെറ്റിങ്ങിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. സ്റ്റേജ് 2 കോംപ്ലിക്കേഷൻ, വില്ലൻ വരുന്നു, സെൻട്രൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റേജ് 3 ട്രാൻസ്ഫറൻസ്, ഹീറോ വീട്ടിൽ നിന്ന് പോകുന്നു, മാജിക്കൽ അസിസ്റ്റൻസ് കിട്ടുന്നു. സ്റ്റേജ് 4 സ്ട്രഗിൾ, ഹീറോ വില്ലനെ ഫേസ് ചെയ്യുന്നു. സ്റ്റേജ് 5 റിട്ടേൺ, തിരിച്ച് വീട്ടിൽ വരുന്നു. സ്റ്റേജ് 6 റെക്കഗ്നീഷൻ, ഹീറോയുടെ ട്രൂ ഐഡൻറ്റിറ്റി റിവീൽഡ് ആവുന്നു. ഈ ഒരു സ്റ്റേജസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഈ സ്റ്റേജസ് റിപ്പീറ്റഡ് ആയിട്ട് വരാം. ഓക്കെ, അത് ഈ ഒരു 6 സ്റ്റേജസ് അല്ലെങ്കിൽ 7 സ്റ്റേജസിനെയാണ് നമ്മൾ നാരേറ്റീവ് സ്ട്രക്ചർ എന്ന് ആര് വിളിച്ചത്? വ്ളാഡിമിർ പ്രോപ്പ് വിളിച്ചത്. ഓരോന്നിനും ഓരോ സ്ട്രക്ചറുണ്ട് ഓരോ സ്റ്റോറിക്കും. വെസ്റ്റേൺ ടെയിൽസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ഇത് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വന്നുകൊണ്ടേയിരിക്കും. ട്രിപ്ലിക്കേറ്റ് റെപ്പറ്റീഷൻ ആണ്. 3 ട്രയൽ കാണും, 3 വിഷസ് കാണും. ഹീറോയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു 6 സ്റ്റേജസിനെയാണ് നമ്മൾ നറേറ്റീവ് സ്ട്രക്ചർ ഓഫ് ഈ ഒരു ഫെയറി ടെയിൽസ് അല്ലെങ്കിൽ ഫോക്ക് ടെയിലിനെ പറയുന്നത്. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങളാണ് വ്ളാഡിമിർ പ്രോപ്പിൻ്റെ മോർഫോളജി ഓഫ് ദ ഫോക്ക് ടെയിലിനകത്ത് അദ്ദേഹം പറഞ്ഞു പോയേക്കുന്നത്. 7 ക്യാരക്ടേഴ്സ്, 31 ഫംഗ്ഷൻ ഉണ്ട്, 6 സ്റ്റേജസ് ഉണ്ട് കേട്ടോ.